കാരണം എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ആദ്യം തന്നെ മിഥുൻ ചേട്ടനോടും വിജയ് ചേട്ടനോടും നന്ദി. എനിക്ക് സ്റ്റെല്ല എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്നതിന്. എല്ലാവരും പറയുന്നു ഞാൻ പാപ്പനെ തേച്ചു എന്ന്. ഞാൻ പാപ്പനെ തേച്ചിട്ടില്ല. അത് ഞാൻ പാപ്പനോട് പറഞ്ഞു, പക്ഷേ പാപ്പൻ എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞില്ല. എന്തായാലും സ്റ്റെല്ല എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ എല്ലാവരും സ്വീകരിച്ചു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ മിഥുൻ ചേട്ടൻ്റെ 3ാമത്തെ സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. 3 സിനിമയും ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്. ഒരുപാട് സന്തോഷം. അതെ, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം. ചെയ്താലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് കിട്ടുക, ഒരു അനുഗ്രഹം കിട്ടുക, അപ്പോഴാണ് സക്സസ് ആവുന്നത്. ഞങ്ങളൊരു സക്സസ് ആയ ഒരു കൂട്ടായ്മയിൽ 1ലും 2ലും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അഭിനയിക്കണമെന്ന്. പക്ഷേ ഇതിൽ 3ലാണ് എനിക്കൊരു എൻട്രി കിട്ടിയത്. ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ്. അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ ഡയറക്ടർ, അങ്ങനെ ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കും ആരായിരിക്കും എന്നെ വിളിച്ചത് എന്ന്. ഞാനിങ്ങനെ അതിൻ്റെ ഒരു അത്ഭുതത്തിലാണ്. കേരളത്തിൽ ഓരോ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായിട്ട് നമ്മുടെ ആട് 3 നിറഞ്ഞു ഓടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനൊക്കെ ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കലാകാരൻ എന്ന നിലയിൽ ഭയങ്കര സന്തോഷത്തിലാക്കി. എല്ലാ ഇത് പ്രോത്സാഹനം തന്ന് വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. കാവ്യ ഫിലിംസിൻ്റെ ഭാഗത്തു നിന്ന്, ഫ്രൈഡേ ഭാഗത്തു നിന്ന്, ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് നന്ദി ആദ്യമേ തന്നെ പറയുകയാണ്. പിന്നെ സിനിമയ്ക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുണ്ടെന്നുള്ളതിൻ്റെ വേറൊരു തെളിവുന്നത്. അതായത് നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയാണ് പലരും കടന്നു പോകുന്നത്. ഒരു യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഭീതിയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും ഈ ഒരു സിനിമയിലൂടെ ആട് 3 എന്ന സിനിമ അവിടെ റിലീസ് ചെയ്യുകയാണ്. അതിലൂടെ ആൾക്കാരെല്ലാവരും തിയേറ്ററുകളിലേക്ക് പോവുകയാണ്. ആ തിയേറ്ററിലേക്ക് പോയി അവർ സാധാരണ ജീവിതത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റി. അത് വലിയൊരു വിജയം. അതിനപ്പുറം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു വലിയ സ്നേഹമായിട്ട് കൂടിയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇപ്പം ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇത്രയും മീഡിയ ടീമിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ ആട് ടീമിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേദി ഷെയർ ചെയ്യാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി പോലെ തന്നെയാണ്. കാരണം സക്കരയുടെ ഗർഭിണികൾ തൊട്ടിട്ട് ഞാൻ ഫ്രൈഡേയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രൈഡേയുടെ ഫിലിമിലാണ്. അപ്പോൾ ഫ്രൈഡേയുടെ കൂടെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് കമ്മിങ് ബാക്ക് ടു മൈ ഫാമിലി. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് വന്നതിൽ ഇങ്ങനെ റിസൾട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.